ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു 1 പോട്ട് ഇറച്ചിച്ചോറാണ്. പക്ഷേ ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള ഇറച്ചിച്ചോറാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ല റെസിപ്പിയാണ്. ബിരിയാണിക്ക് ഒന്നും ഉണ്ടാക്കാനുള്ള ക്ഷമയില്ലെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു ബിരിയാണി പോട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡീപ്പ് പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചൂടാക്കിയിട്ടുണ്ട്, മീഡിയം ഹൈ ഫ്ലെയിമിൽ. പിന്നെ കുറച്ച് സവോള നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതിൽ നല്ലോണം ഉപ്പ് പുരട്ടി കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഉപ്പ് പുരട്ടിയ സവാള നമ്മൾ ഈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് സോട്ടേ ചെയ്തിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ലൈറ്റായിട്ട് കളർ മാറി കുഴഞ്ഞു വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഇപ്പം ഈ കളറൊക്കെ ഒന്ന് ലേശം മാറിയിട്ട് സവാള ഒന്നിങ്ങനെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് സോട്ടേ ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം പോകണം, അതുവരെ നമുക്ക് ഇതൊന്ന് സോട്ടേ ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി മസാല ഒന്ന് മൂക്കുന്നവരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ ഇങ്ങനെ ആ എണ്ണയിലിട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി തക്കാളിയും കൂടി ചേർത്തിട്ട് തക്കാളി നന്നായി സോഫ്റ്റായിട്ട് ഒരു മസാല ആവണ വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഈ മസാല ഒന്ന് റെഡി ആവട്ടെ, തക്കാളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ, അതുവരെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ക്ലീൻ ചെയ്ത ചിക്കൻ പീസസ് ഇടാൻ പോവാണ്. മീഡിയം സൈസ് പീസസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇനി ഈ മസാല ഈ ചിക്കന് കൂട്ടി ഇന്ന് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല നന്നായി കൂട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇലകൾ ചേർക്കാം. അതായത് മല്ലിയില, പുതിനയില, കരിവേപ്പില, ഇതെല്ലാം ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ചിക്കനൊന്ന് 1/4 ഭാഗം കുക്കാവുന്നവരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ചിക്കന് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ സവാള ഉപ്പ് ചേർത്തിട്ടാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണക്ക് നോക്കിയിട്ട് ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 1/4 ഭാഗം ചിക്കൻ വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ചു വയ്ക്കുകയാണ്. ഇനി ഇത് വേകട്ടെ. ഇപ്പോൾ ചിക്കൻ ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം, അതായത് ലൂക്ക് വാം അല്ലെങ്കിൽ ഒന്ന് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് റൈസാണ് എടുക്കുന്നത് വെച്ചാൽ 1.5 കപ്പ് വെള്ളം എടുക്കണം. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കാം നമുക്ക്. വെള്ളം ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിക്കും കൂടി ആവശ്യമുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. തിള വന്ന ഉടനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൈമ അല്ലെങ്കിൽ ജീരകശാല അരി ചേർക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അരി വേവാൻ വയ്ക്കാം.
അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ അരി മോൾ ഭാഗത്തേക്ക് പൊന്തി വരുന്നവരെ കുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം വെച്ചപ്പോൾ ഇതാ അരി ഇങ്ങനെ മേലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിൽ ഫുള്ള് വെള്ളം വറ്റിയിട്ടുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഇനി കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഒന്നും കൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇതിൽ വെള്ളം ഒന്നും കൂടെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ റൈസ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ദമ്മ് വെക്കുന്ന പോലെ തന്നെയാണിത്. അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റ്ലി പാക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നെയ്യും കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം കൂടി ഇത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിച്ചോറ് റെഡിയാവും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി നമുക്ക് വിളമ്പാം. അപ്പോൾ ഞാൻ റൈത്തയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്തത്. പപ്പടമൊക്കെ വെച്ചിട്ട് സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.